ഹായ് ഓൾ, എല്ലാവർക്കും LGS ടോപ്പറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രോഗങ്ങളും രോഗകാരികളും എന്ന ടോപ്പിക്കിൽ നിന്നും കേരള PSC മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ടോപ്പിക് വൈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സെക്ഷനാണിത്. അപ്പോൾ ഈ ഒരു സെക്ഷൻ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. 10th ലെവൽ പ്രിലിമിനറി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള മുൻവർഷ ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോകുക കേട്ടോ. കാരണം വളരെ യൂസ്ഫുൾ ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് പല എക്സാമിലും. അപ്പം നമുക്ക് ഇന്നത്തെ സെക്ഷനിലേക്ക് പോവാം. രോഗങ്ങളും രോഗകാരികളും. ആദ്യത്തെ ചോദ്യം ഇതാണ്: രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? പാത്തോളജി. രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം പാത്തോളജി. ഓങ്കോളജി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ക്യാൻസർ. അടുത്ത ചോദ്യം: ബാക്ടീരിയ കണ്ടുപിടിച്ചതാര്? ആന്റൺ വാൻ ലിവൻഹുക്ക്. ബാക്ടീരിയ കണ്ടുപിടിച്ചതാര്? ആന്റണി വാൻ ലിവൻഹുക്ക്. അടുത്ത ചോദ്യം: ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ള രാജ്യം? ഇന്ത്യ. ജീവനുള്ളവയിൽ മാത്രം വളരുന്ന സൂക്ഷ്മജീവികൾ? വൈറസ്. H1N1 എന്നത് എന്താണ്? അപ്പോൾ ഓപ്ഷൻസിൽ ബാക്ടീരിയ, വൈറസ് അങ്ങനെയൊക്കെ ഓപ്ഷൻസിൽ ഉണ്ടായിരുന്നത്. H1N1 എന്ന് പറയുന്നത് ഒരു വൈറസ് ആണ്. ചിക്കൻ ബോക്സ് എന്ന രോഗത്തിന് കാരണം എന്ത്? വൈറസ് ആണ്. വാരിസെല്ല സോസ്റ്റർ എന്ന വൈറസ് ആണ് ചിക്കൻ ബോക്സ് രോഗത്തിന് കാരണം. ഇതിനു മുമ്പ് നമ്മൾ രോഗങ്ങളും രോഗകാരികളും എന്ന് പറഞ്ഞ് ബാക്ടീരിയ, വൈറസ്, പ്രോട്ടോസോവ രോഗങ്ങൾ അങ്ങനെയുള്ള ഒരു സെക്ഷൻ തന്നെ ക്ലാസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക, യൂസ്ഫുൾ ആവും. അടുത്ത ചോദ്യം: ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ് HIV ആക്രമിക്കുന്ന ശരീരകോശം? ലിംഫോസൈറ്റ്. നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ തകർക്കുന്നതാണ് HIV വൈറസ്. അപ്പോൾ അത് ആക്രമിക്കുന്ന ശരീരകോശം ലിംഫോസൈറ്റ്. അടുത്ത ചോദ്യം: പ്ലേഗ് ഉണ്ടാക്കുന്ന രോഗകാരി ഏത്? ഉത്തരം ഏഴ്സീനിയ പെസ്റ്റിസിസ്. ബാക്ടീരിയ ആണ് രോഗകാരി. അപ്പം എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. ചിലപ്പോൾ ഓപ്ഷനിൽ ബാക്ടീരിയ, വൈറസ് അങ്ങനെ തരും. സ്പെസിഫിക് ആയിട്ട് രോഗകാരി ഏതാണെന്ന് പറയാതെ അത് ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നുള്ള രീതിയിൽ. അപ്പം പ്ലേഗ് ഉണ്ടാക്കുന്ന രോഗകാരി ബാക്ടീരിയയാണ്. ഏത് ബാക്ടീരിയയാണ്? ഏഴ്സീനിയ പെസ്റ്റിസിസ്. ടൈഫോയിഡിന് കാരണമായ രോഗകാരി ഏത്? ബാക്ടീരിയ. സാൽമോണല്ല ടൈഫി ബാക്ടീരിയ. പഠിച്ചിരിക്കണം. എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മാണു ഏത് വിഭാഗത്തിൽ പെടുന്നു? ബാക്ടീരിയ. ലെപ്റ്റോസ്പൈറോ ഇക്റ്ററോ ഹെമറാജിക്ക. ബാക്ടീരിയ ഏതാണ്? ലെപ്റ്റോസ്പൈറോ ഇക്റ്ററോ ഹെമറാജിക്ക. അടുത്ത ചോദ്യം: പന്നിപ്പനിക്ക് കാരണമായ വൈറസ്? H1N1. തൊട്ടു മുമ്പ് നമ്മളൊരു ചോദ്യം പറഞ്ഞിരുന്നു. എന്തായിരുന്നു? H1N1 എന്നത് എന്താണെന്ന്. അപ്പൊ അതൊരു വൈറസ് ആണ്. എന്തിന് കാരണമാണ്? പന്നിപ്പനിക്ക് കാരണമായ വൈറസ് ആണ് H1N1. പക്ഷിപ്പനിക്ക് കാരണമായ വൈറസ് ആണ് H5N1. തിരിഞ്ഞു പോകരുത് കേട്ടോ. പക്ഷിപ്പനിക്ക് കാരണം H5N1, പന്നിപ്പനിക്ക് കാരണം H1N1. അടുത്ത ചോദ്യം: മലമ്പനിക്ക് കാരണമാകുന്ന രോഗാണു? പ്രോട്ടോസോവ. മലമ്പനിക്ക് കാരണമാകുന്ന രോഗാണു പ്രോട്ടോസോവയാണ്. മലമ്പനിയുടെ രോഗവാഹകർ അല്ലെങ്കിൽ രോഗം പരത്തുന്നവർ അനോഫിലസ് പെൺകൊതുകുകളാണ്. അപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യൻസും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കൺഫ്യൂസിങ് ആവരുത്. കാരണമാകുന്ന രോഗാണു പ്രോട്ടോസോവ, രോഗവാഹകർ അനോഫിലസ് പെൺകൊതുകുകൾ. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ആ രോഗങ്ങളും രോഗകാരികളും എന്ന വീഡിയോ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ആ ക്ലാസ് കാണുക കേട്ടോ. താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് ഇട്ടേക്കാം. കുരങ്ങ് പനിയുടെ രോഗകാരിയായ വൈറസ്? ഫ്ലാവി വൈറസ് അല്ലെങ്കിൽ KFD വൈറസ്. കുരങ്ങ് പനിക്ക് കാരണമായ രോഗകാരി ഫ്ലാവി വൈറസ് അല്ലെങ്കിൽ KFD വൈറസ്. അടുത്ത ചോദ്യം: ഡോട്സ് എന്ന ചികിത്സാ സംവിധാനം ഏത് രോഗചികിത്സയ്ക്കുള്ളതാണ്? ക്ഷയം. ഡിഫ്തീരിയ രോഗനിർണയത്തിന് ഉപയോഗിക്കുന്ന ടെസ്റ്റ്? ഷീക്ക് ടെസ്റ്റ്. അടുത്ത ചോദ്യം: ആദ്യത്തെ വാക്സിൻ കണ്ടുപിടിച്ചതാര്? എഡ്വേർഡ് ജെന്നർ. ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് തവണ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എന്തിന്റെ പ്രതിരോധത്തിനാണ് ആന്റിബയോട്ടിക് ഉപയോഗിക്കുന്നത്?
ബാക്ടീരിയ രോഗങ്ങൾക്കെതിരെയാണ് ആന്റിബയോട്ടിക് ഉപയോഗിക്കുന്നത്. 1928 പെൻസിലിൻ കണ്ടുപിടിച്ചത് ആര്? അലക്സാണ്ടർ ഫ്ലെമിംഗ്. അപ്പൊ പെൻസിലിൻ കണ്ടുപിടിച്ചത് ആരാണ്? അലക്സാണ്ടർ ഫ്ലെമിംഗ്. അടുത്ത ചോദ്യം, ടെറ്റനസിനെതിരെയുള്ള വാക്സിനിലെ പ്രധാന ഘടകം ന്യൂട്രലൈസ്ഡ് ടോക്സിൻ. ടെറ്റനസിന് എതിരെയുള്ള വാക്സിനിലെ പ്രധാന ഘടകം ന്യൂട്രലൈസ്ഡ് ടോക്സിൻ. ക്ഷയരോഗത്തിനെതിരെ ഉപയോഗിക്കുന്ന വാക്സിൻ BCG വാക്സിൻ. പേപ്പട്ടി വിഷബാധയ്ക്കെതിരെ ആദ്യത്തെ വാക്സിൻ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ ആരാണ്? ലൂയി പാസ്റ്റർ. ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് തവണ പല എക്സാമിന് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം, രക്തം കട്ടപിടിക്കാതിരിക്കുന്ന രോഗമാണ് ഹീമോഫീലിയ. അതൊരു ജനിതക രോഗമാണ്. കൂടാതെ റോയൽ ഡിസീസ്, ക്രിസ്മസ് ഡിസീസ് എന്നൊക്കെ അറിയപ്പെടുന്നതും ഹീമോഫീലിയ ഡിസീസ് ആണ്. ഇത്തായി ഇത്തായി എന്ന രോഗത്തിന് കാരണമായ മൂലകം കാഡ്മിയം. ഇതിന്റെ കൂടെ തന്നെ ഒന്നുകൂടി പഠിച്ചു വെച്ചിരിക്കുക, മീനമാത രോഗത്തിന് കാരണമായ മൂലകം മെർക്കുറി. ഗോയിറ്റർ എന്ന രോഗം ഏത് ഗ്രന്ഥിയെയാണ് ബാധിക്കുന്നത്? തൈറോയിഡ് ഗ്രന്ഥിയെ. അടുത്ത ചോദ്യം, സ്വയം പ്രതിരോധ വൈകല്യത്തിന് ഉദാഹരണം ഏത്? അലർജിയാണ് സ്വയം പ്രതിരോധ വൈകല്യത്തിന് ഉദാഹരണമായ ഒരു രോഗം. ന്യൂമോണിയ ബാധിക്കുന്നത് ഏത് അവയവത്തെയാണ്? ശ്വാസകോശത്തെ. ന്യൂമോണിയയ്ക്ക് കാരണം ബാക്ടീരിയയാണ്. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന ബാക്ടീരിയയാണ് ന്യൂമോണിയയ്ക്ക് കാരണം. അടുത്ത ചോദ്യം, റിക്കറ്റസ് ശരീരത്തിലെ ഏത് ഭാഗത്തെ ബാധിക്കുന്ന രോഗമാണ്? എല്ലുകൾ. ഈഡിസ് ഈജിപ്തി കൊതുകുകൾ പകർത്തുന്ന രോഗം, അതിൽ പകർത്തുന്ന രോഗം എന്ന് പറയുന്നത് ഡെങ്കിപ്പനി. ഡെങ്കിപ്പനിക്ക് കാരണമായ വൈറസ് ആൽഫ വൈറസ് അല്ലെങ്കിൽ ആർബോ വൈറസ് അല്ലെങ്കിൽ IgM വൈറസ്. അപ്പൊ രോഗവാഹകരാണ് ഈഡിസ് ഈജിപ്തി. രോഗകാരികൾ ആരൊക്കെയാണ്? ആൽഫ വൈറസ്, ആർബോ വൈറസ്, IgM വൈറസ്. മാറിപ്പോകരുത് കേട്ടോ. അടുത്ത ചോദ്യം, ജർമ്മൻ മീസിൽസ് എന്നറിയപ്പെടുന്നത് ഏത് രോഗമാണ്? റൂബെല്ല. കാരണം ടോഗോ വൈറസ് അല്ലെങ്കിൽ റൂബിയോള വൈറസ്. രോഗകാരി ടോഗോ വൈറസ് അല്ലെങ്കിൽ റൂബിയോള വൈറസ്. ക്യൂലെക്സ് കൊതുകിലൂടെ പകരുന്ന രോഗം ഏതാണ്? മന്ത്. കാരണം ഫൈലേറിയൻ വിരയാണ്. മന്തിന്റെ രോഗകാരി എന്ന് പറയുന്നത് ഫൈലേറിയൻ വിരയാണ്. എന്നാൽ രോഗവാഹകർ ക്യൂലെക്സ് കൊതുകുകളാണ്. ഓക്കെ, അപ്പൊ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഞാനിവിടെ പറഞ്ഞു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് രോഗങ്ങളും രോഗകാരികളും. അപ്പം എല്ലാവർക്കും ഈ ഒരു സെക്ഷൻ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. രോഗങ്ങളും രോഗകാരികളെ കുറിച്ചുള്ള വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പം ഇതിനു മുമ്പ് നമ്മൾ മുൻവർഷ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു സെക്ഷൻസ് ആയിട്ട് ഓരോ സെക്ഷൻസും ഡിവൈഡ് ചെയ്ത് ടോപ്പിക് വൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഓരോന്നിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. ജസ്റ്റ് കാണുക, യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്